ഹരേ കൃഷ്ണ. നമ്മളുടെ ഇന്നത്തെ രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തില് 7-ാം അധ്യായത്തില് വിദുരരുടെ കൂടുതൽ ചോദ്യങ്ങൾ എന്ന ഭാഗമാണ്. അതിൽ മൈത്രേയ മുനി ആൻസർ പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം പുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കദാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിദ്വന്ദ്വോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദപാഠായ പ്രേമവർഷ്യക്ഷരായത്തെ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്ഥാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. അസാധു സാധുദാദായിൻ അധിനിച്ഛോച്ഛതാകര നാഹാമുഞ്ച കദാചിന്മാം പ്രേംണാ ഹൃദ് കണ്ഠയോ സ്പൃഹ. श्रीमद् भागवतम की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय. निताय गौर सिद्धनाथ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സാദരം പ്രണാമം. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈത്രേയ മുനി എല്ലാത്തിൻ്റെയും ഉത്തരം വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിദുരർ ചോദിച്ച ആ 2 ചോദ്യങ്ങൾ, പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളുടെ ഉത്തരം വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയ മുനി. സോ ഇതിൽ ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ മൈത്രേയ മുനി ഇവിടെ പറയുന്നത്. 14-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം.
അശേഷസംക്ലേശസമം വിധത്തെ ഗുണാനുവാദാശ്രവണം മുരാരേ കിം വാ പുനസ്തച്ചരണാര വിന്ദ പരാഗസേവാരതിരാത്മലബ്ധ. ശ്ലോകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിനെ കുറിച്ചിട്ടും ഭഗവത് നാമജപത്തിനെ കുറിച്ചിട്ടും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ മൈത്രേയ മുനി ഇവിടെ പറയുന്നത്. അശേഷ സംക്ലേശ സമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കിം വാ പുനസ്തച്ചരണാരവിന്ദ പരാഗസേവാ രതിർ ആത്മലബ്ധേ. Simply by chanting and hearing that of transcendental name, form, etc. of the personality of Godhead, Sri Krishna, one can achieve the cessation of unlimited miserable conditions. Therefore, what to speak of those who have attained attraction for serving the flavor of the dust of the Lord's lotus feet. വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഭഗവാനെ സേവനം ചെയ്യുന്നതിന്റെ മഹത്വം. അതായത് ഇവിടെ ചോദിക്കുന്നത് ഭഗവാന്റെ നാമത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും പറയുന്നത് ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം, അതീന്ദ്രിയമായ ഭഗവത് നാമവും ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കേൾക്കുന്നത് മാത്രം അനേകായിരം അല്ലെങ്കിൽ അനന്തമായ കഷ്ടതകൾ നിറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്കൊരു അറുതി ഉണ്ടാകും. വൺ ക്യാൻ അച്ചീവ് ദ സിസേഷൻ ഓഫ് അൺലിമിറ്റഡ് മിസറബിൾ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതിനൊരു അറുതി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് ടു സ്പീക്ക് ഓഫ് ദോസ് ഹു ഹാവ് അറ്റൈൻഡ് അട്രാക്ഷൻ ഫോർ സെർവിങ് ദ ഫ്ലേവർ ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ ലോർഡ്സ് ലോട്ടസ് ഫീറ്റ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ അല്ലെങ്കിൽ ഭഗവത് പാദധൂളികളെ സേവിക്കുന്നതിനുള്ള ആകർഷണം ലഭിച്ച വ്യക്തികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. ആരാണ് വായിക്കേണ്ടത്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ നാമം, രൂപം മുതലായവയുടെ ശ്രവണ കീർത്തനങ്ങളിലൂടെ ഒരുവനെ തന്റെ അളവില്ലാത്ത ദുഃഖാവസ്ഥകളിൽ നിന്ന് നിഷ്പ്രയാസം മോചനം പ്രാപിക്കാൻ കഴിയും. ആകയാൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളുടെ സുഗന്ധ ധൂളിയെ സേവിക്കുന്നതിൽ ആകർഷണം നേടാൻ കഴിഞ്ഞവരെ പറ്റി എന്തും പറയാൻ. ഒരു മിനിറ്റ് മതി. അപ്പൊ അവരെ കുറിച്ച് പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ. മീൻസ് അവരുടെ പറയുന്നതിന് ലൈക്ക് അൺലിമിറ്റഡ് പ്ലഷറാണ് അവർക്ക് നേടാൻ പോകുന്നത്. സോ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഭഗവാനെ സേവിക്കുന്നത്, ഭഗവത് സേവനത്തിൽ എൻഗേജ്ഡ് ആകുന്നു. ഇവിടെ ഭഗവാന്റെ ആ വ്യക്തിഗത രൂപത്തെ കുറിച്ചിട്ട്, ഭഗവാന്റെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട്, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാകുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വായിച്ചിട്ട് മാതാജി ഭാവാർത്ഥം. ഭൗതിക കേന്ദ്രങ്ങളുടെ നിയന്ത്രണത്തിന് വൈദിക വിവേകത്തിൽ 2 വ്യത്യസ്ത മാർഗങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. പരമസത്യത്തെ, പരബ്രഹ്മം, പരമാത്മാവ് ഭഗവാൻ താത്വികമായി മനസ്സിലാക്കുവാനുള്ള മാർഗമാണൊന്ന്. ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുടെ സേവനത്തിൽ നേരിട്ട് ഏർപ്പെടാനുള്ള മാർഗമാണ് മറ്റേത്. വളരെ ജനസമ്മതിയുള്ള ഈ 2 മാർഗങ്ങളിൽ അതീന്ദ്രിയ ഭക്തിയുടെ സേവനമാണ് ഇവിടെ ശുപാർശ ചെയ്യുന്നത്. കാരണം ഭക്തി പ്രവർത്തനങ്ങളുടെയും ജ്ഞാനത്തിന്റെയോ ഫലത്തിനു വേണ്ടി ഈ മാർഗം സ്വീകരിക്കുന്നവർക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഭക്തിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. അംഗീകൃത വൈദിക ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ഇന്ദ്രിയങ്ങളെ ഭക്തി പ്രവർത്തനങ്ങളിൽ പരിശീലിപ്പിക്കുകയാണ് പ്രഥമം. ഹരേ കൃഷ്ണ. അജിമാതാജി. ഹരേ കൃഷ്ണ. കേൾക്കാവല്ലോ? ഹരേ കൃഷ്ണ. ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ ധൂളിയിലെ ഓരോ തരിയെയും സേവിക്കാനുള്ള ആത്മാർത്ഥമായ ആസക്തി വളർത്തിയെടുക്കുകയാണ് 2ാമത്തെ ഘട്ടം. ആദ്യത്തെ ഘട്ടം സാധനാഭക്തി അഥവാ ഒരു പരിശുദ്ധ ഭക്തന്റെ നിർദ്ദേശാനുസരണം നവാഗത ഭക്തർ അനുഷ്ഠിക്കേണ്ട ഭക്തി സേവനങ്ങൾ എന്ന് പറയപ്പെടുന്നു. 2ാമത്തെ ഘട്ടം രാഗഭക്തി എന്ന് വിളിക്കപ്പെടുന്നു. പക്വത കൈവന്ന ഭക്തൻ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ ആസക്തിയുടെ വെളിച്ചത്തിൽ സ്വയം ചെയ്യുന്ന ഭക്തി സേവനങ്ങളാണ് രാഗഭക്തി.
മഹാനായ മഹർഷി മൈത്രേയൻ ഇപ്പോൾ വിതുരന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം നൽകുന്നു. ആത്യന്തികമായ ഭൗതിക അസ്തിത്വത്തിന്റെ എല്ലാവിധ ദുഃഖങ്ങളും ദൂരീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുക്ത സേവനം. ജ്ഞാനപാത അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രത്തിന്റെ യോഗാഭ്യാസങ്ങൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി സ്വീകരിക്കാവുന്നതാണെങ്കിലും അവയെ ഭക്തിയുമായി അഥവാ ഭക്തിയുത സേവനങ്ങളുമായി സംയോജിപ്പിച്ചില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഫലം സിദ്ധിക്കില്ല. സാധനാഭക്തി പരിശീലിക്കുന്നതിലൂടെ ഒരുവനെ ക്രമാനുഗതമായ രാഗഭക്തിയുടെ തലത്തിലെത്താൻ സാധിക്കും. ഭഗവാനോടുള്ള ആസക്തി നിറഞ്ഞ പ്രേമ സേവനങ്ങളാൽ രാഗഭക്തിയിലൂടെ പരമശക്തനായ ഭഗവാനെ വരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഹൃദയങ്ങൾ നന്ദി. വായിച്ചതിൽ വളരെ മനോഹരമായ ഒരു ഭാവാർത്ഥമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രഭുപാദ് അതിനെ അവിടെ വളരെ ലളിതമായ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ കണ്ട പോർഷനെ, ട്രാൻസ്ലേഷനിൽ നമ്മൾ കണ്ട പോർഷനെ 2 ഭാഗങ്ങളായിട്ട് ചില പ്രഭുപാദ് തരംതിരിക്കുകയാണ്. ഒന്ന് ജ്ഞാനമാർഗം, ഒന്ന് ഭക്തിമാർഗം. അതാണ് ആദ്യം പറയുന്നത്. 2 different methods for controlling the material senses are recommended in the Vedic scriptural wisdom. Scriptural wisdom, അതായത് വിസ്ഡം. ഇതിൽ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി 2 തരത്തിലുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആദ്യം പറഞ്ഞത് ജ്ഞാനമാർഗം, അതായത് simply by chanting and hearing of the transcendental name, form, etc. of the Supreme Personality of the Personality of Godhead Sri Krishna one can achieve the cessation of unlimited material condition. ഈ ഭൗതികതയുടെ അസ്തിത്വത്തെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടുന്നതിന്, അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി നമുക്ക് ജ്ഞാനമാർഗം നമ്മളെ സഹായിക്കും. അതാണ് പ്രോസസ് ഓഫ് ജ്ഞാന ഓർ പാത്ത് ഓഫ് ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സുപ്രീം ബ്രഹ്മ, പരമാത്മ ആൻഡ് ഭഗവാൻ. അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട്, ആ ജ്ഞാനം നേടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭൗതികമായ ഈ കഷ്ടതകളിൽ നിന്ന് നമുക്ക് മോക്ഷം നേടാൻ നമുക്ക് സാധിക്കും. So other is that of a direct engagement in the transcendental loving devotional service of the Lord. ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഭാഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ 2ാമത്തെ ഭാഗമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതാണ് ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ ചോദിച്ചത്. ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിലെ പാദധൂളികളോട് അട്രാക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ സേവനം ചെയ്യുന്നതിനുള്ള അട്രാക്ഷൻ ഉള്ള ഒരാളെ കുറിച്ച് പറയുകയാണ്. എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതാണ് ഹയസ്റ്റ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ താഴെ ശില പ്രഭുപാദ് അവിടെ രാഗാനുഗ ഭക്തിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു സാധന ഭക്തി. അപ്പം ഈ പറഞ്ഞ മിസ്റ്റിക് യോഗ അല്ലെങ്കിൽ ഈ ജിംനാസ്റ്റിക്സ്, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ നേടുന്നതിനേക്കാൾ വളരെ നമുക്ക് ഭക്തിയുത സേവനം ആനന്ദപൂർവ്വം നമ്മൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധന ഭക്തിയിലൂടെ, അല്ലെങ്കിൽ സാധന ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് രാഗഭക്തിയിലേക്ക്, ഭഗവാനോടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു സേവനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രേമഭക്തിയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ മഹത്വം. സോ ദ ഗ്രേറ്റ് സേജ് മൈത്രേയ നൗ ഗീവ്സ് ദ ഫൈനൽ ആൻസർ ടു ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓഫ് വിതുര. അതായത് വിതുരൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും അവസാനമായിട്ടുള്ള ഒരു ആൻസർ, അല്ലെങ്കിൽ ഫൈനലായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, devotional service to the Lord is the ultimate means to mitigate all the miserable conditions of material existence. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ കഷ്ടതകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഭക്തിയുത സേവനമാണ്. കാരണം അതുകൊണ്ട് നമുക്ക് സമ്പൂർണമായ ആനന്ദവും എന്നാൽ നമ്മളുടെ പരമലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും എന്നുള്ളതാണ് ഇവിടെ മൈത്രേയ മുനി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ദ പാത്ത് ഓഫ് നോളജ് ഓർ ദാറ്റ് ഓഫ് മിസ്റ്റിക് ജിംനാസ്റ്റിക്സ് may be adopted as a means for the purpose, but unless mixed with bhakti or devotional service, they are unable to award the desired result. അതാണ് കർമ്മമിശ്ര, ജ്ഞാനമിശ്ര അല്ലെങ്കിൽ യോഗമിശ്ര ഭക്തി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പ്രവൃത്തികളെ എല്ലാം നമുക്ക് ഭക്തിമാർഗമായിട്ട് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അതാണ് നമുക്ക് യോഗ എന്ന പദം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ ഭഗവാനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ, ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർമ്മയോഗ എന്ന ഒരു അധ്യായമുണ്ട്.
അതിനുശേഷം കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യായം കൂടിയുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കർമ്മയോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികളുടെ രീതികളെ കുറിച്ചിട്ട് വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനെ നമ്മൾ കൃഷ്ണ ഭാവനാമൃതത്തിലൂടെ നമ്മൾ ആ അതേ പ്രവൃത്തികൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവത് സേവനമായി എന്ന രൂപേണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് അതിന്റെ റിസൾട്ട് എക്സ്ട്രീം ഓപ്പോസിറ്റിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. യോഗ എന്ന പദം തന്നെ ഭഗവാനുമായി യോജിച്ച് സംയോജിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം യോഗയായിട്ട് മാറുകയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല നമ്മൾ മാറ്റേണ്ടത്, മറിച്ച് നമ്മൾ ചെയ്യുന്ന ഭാവമാണ് മാറ്റേണ്ടത്. തീർച്ചയായിട്ടും ഭക്തിയുത സേവനം എന്ന് പറയുമ്പോൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഇസ് ഡിഫറെന്റ് ലെവൽ. പക്ഷെ സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഇവിടെ മൈത്രേയ മുനി നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ എന്ത് പ്രവൃത്തികളാണോ ചെയ്യുന്നത്, അത് ഈവൻ ലെറ്റ് ഇറ്റ് ബി ജ്ഞാനമാർഗം, ഈ അഷ്ടാംഗ യോഗ മാർഗം, ഇതെല്ലാം നമ്മളാണ് എങ്കിൽ പോലും unless that is connected with or connected with devotional service, connected with the Supreme Lord, ഭഗവാന്റെ സേവനം എന്ന നിലയിൽ അത് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കതിന്റെ യഥാർത്ഥമായ റിസൾട്ട് നമുക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്നുള്ള തത്വമാണ് ഇവിടെ മൈത്രേയ മുനി നമുക്ക് പറഞ്ഞു തരുന്നത്. By practicing sadhana bhakti, one may gradually rise to the point of raga bhakti, and by performing raga bhakti in loving transcendental service, one can even control the supreme powerful Lord. അപ്പൊ സാധന ഭക്തി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് സാധനയാണ്. സാധന എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്നാണ് അർത്ഥം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാക്ടീസ് എന്ന് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ? ലൈക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥമായി ചെയ്യേണ്ട കാര്യത്തിന് അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പോ സാധകം ചെയ്യുക എന്ന് പറയുന്നതാണ് പാട്ട് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാള്, അത് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതേ കാര്യം തന്നെ വായിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പാടിക്കൊണ്ടാണ്. ഇപ്പൊ സാരി ഗമ പാടുന്നു, അല്ലെങ്കിൽ അതിലൂടെ അതിലേക്ക് വർണ്ണം, അതിലേക്ക് കീർത്തനത്തിലൊക്കെ പോയി കഴിയുമ്പോൾ അവര് ഇപ്പൊ ഒരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൈക്കിൽ പോയി റെക്കോർഡ് ചെയ്യേണ്ട കാര്യം തന്നെ അവര് വീട്ടിലിരുന്നത് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് അത് ആവർത്തിച്ചുകൊണ്ട് ആണ് അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് സാധകം എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് വായിക്കണമെങ്കിലും അത് തന്നെ, അതിന്റെ നോട്ട്സ് കണ്ടുകൊണ്ട് അത് തന്നെ നമ്മൾ വായിക്കുന്നു. ഗിറ്റാറിലാണെങ്കിലും മൃദംഗമാണെങ്കിലും തബലയാണെങ്കിലും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ നാളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്ന് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ സാധന ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് രാഗഭക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ദാറ്റ് ബിക്കം സ്പോണ്ടേനിയസ്. ഇപ്പോൾ നമ്മൾ വി ആർ പ്രാക്ടീസിങ് ബൈ ഫോഴ്സ്. നമ്മൾ ചില നിർബന്ധങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നാളെ അല്ലെങ്കിൽ വരും കാലത്ത് നമ്മൾ വിത്തൗട്ട് എനി ഫോഴ്സ്, മറ്റ് ആരുടെയും ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യാതെ സ്വന്തം ഇച്ഛാ അനുസരണം, അതാണ് സ്പോണ്ടേനിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ഇച്ഛാനുസരണം നമുക്ക് സംതൃപ്തിയോടുകൂടി, പൂർണ്ണ സംതൃപ്തിയോടുകൂടി ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അതിനെയാണ് രാഗഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഗഭക്തി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ്. പക്ഷെ പ്രവൃത്തിയിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോഴും നമ്മൾ ഈ 16 മാല ജപിക്കും, ഭഗവാന് വേണ്ടി സേവനം ചെയ്യും, കുക്ക് ചെയ്ത് ഭഗവാൻ ഓഫർ ചെയ്യും. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ ഇപ്പോൾ ഒരു പക്ഷേ ഓഫർ ചെയ്തത് വീട്ടിലാരെങ്കിലും വെളിയിലേക്ക് പോകാനായിട്ട് പോകുന്ന സമയത്ത് ഓടിച്ചെന്ന് ഭഗവാന് മുമ്പിൽ കൊഴിച്ചു വെച്ച് മണി അടിച്ചിട്ട് ചെയ്യുന്നു എങ്കിൽ, വൺസ് യു ബിക്കം ദ രാഗഭക്തി, നമ്മൾ ആ പ്രോപ്പർ ഭാവത്തോടുകൂടി ഭഗവാന് അത് സേവിക്കണം എന്ന രൂപേണ നമ്മൾ ആ ഒരു പ്രേമത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ അതിന് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മള് ഒരു പൂർണ്ണമായ സംതൃപ്തിയോട് കൂടിയോ, തീർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും
ചില സിറ്റുവേഷൻ കാരണം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഞാൻ സൗത്ത് വൃന്ദാവനിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഡൈറ്റി വർഷിപ്പിന്റെ ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പം പ്രോപ്പർ രീതികൾ പറയുമ്പോൾ നമ്മളിവിടുത്തെ പൂജ ചെയ്യുന്നവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ ആ എന്തൂസിയാസം, നമുക്ക് ഭഗവാനെ കൂടുതൽ സേവിക്കണമെന്ന ആഗ്രഹം, ദാറ്റ് ഗിവ്സ് എൻകറേജ്മെന്റ് ടു ദം ടു പെർഫോം ദീസ് ആക്ടിവിറ്റീസ്. സോ ഇത് എല്ലാ തലങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട രീതിക്കനുസരിച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ ദാറ്റ് ബിക്കംസ് സ്പോണ്ടേനിയസ്. കാരണം നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് ധാരാളം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമുക്കത് കൈവഴക്കം ഉണ്ടാകുന്നു. ഈവൻ നമ്മളിപ്പോൾ ഇവിടെ മുദ്രകൾ പഠിപ്പിക്കുമ്പോൾ പല ആവർത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഐ ക്യാൻ ഷോ ഇറ്റ് ദം വളരെ കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കാണിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ പുതുതായിട്ട് കാണുന്ന കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകൾ വഴങ്ങുന്നില്ല, അങ്ങനെ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ അത് പഠിക്കണമെന്ന എന്തൂസിയാസം, അത് ചെയ്തു വരുമ്പോൾ നമുക്കുണ്ടാകുന്നത് ദാറ്റ് ഗീവ്സ് ദം എൻകറേജ്മെന്റ്. അത് അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. സോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. പക്ഷെ ആ ബുദ്ധിമുട്ടോടുകൂടി നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് നമുക്ക് നോർമലൈസ് ചെയ്തിട്ട് അത് ഗ്രാജുവലി നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറും. ദാറ്റ് ബിക്കംസ് സ്പോണ്ടേനിയസ് ഓട്ടോമാറ്റിക്കലി. ആരാണ് ഒരു കരാട്ടയിലോ കുങ്ഫിലോ ആരാണ്, ഒരു ബ്രൂസ്ലി ആണോ അതോ ജാക്കി ചാൻ ആണോ, ഏതോ ഒരു വലിയൊരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, 1000 അടവുകൾ അറിയുന്നവനെ എനിക്ക് ഭയമില്ല, പക്ഷെ ഒരടവ് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തവനെ എനിക്ക് ഭയമാണെന്ന് അദ്ദേഹം. 1000 അടവ് അറിയാവുന്ന ഒരുവനെ എനിക്ക് ഭയമില്ല, പക്ഷെ ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്തവനോട് എനിക്ക് ഭയമാണെന്ന് അദ്ദേഹം. കാരണം ദാറ്റ് മേക്സ് ഹിം പെർഫെക്റ്റ് പേഴ്സൺ. സോ ദ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്കൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മൾക്ക് സാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് പ്രാക്ടീസ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു മെക്കനൈസ്ഡ് വേയിലായിരിക്കാം. ഒരു മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾക്ക് കീ കൊടുത്ത് വിട്ടിട്ട് അത് ഡാൻസ് ചെയ്യുന്നത് പോലെ ആയിരിക്കാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ആ ഡാൻസ് ബൈ കീപ് ഡൂയിങ് ദാറ്റ് ബിക്കംസ് അവർ ഹാബിറ്റ്. ആ ഹാബിറ്റ് ബിക്കംസ് അവർ നേച്ചർ. ആ നേച്ചർ ആകുന്ന സ്ഥിതിയിലാണ് ദാറ്റ്സ് ബിക്കം സ്പോണ്ടേനിയസ്. നമ്മളുടെ ആ ഭാവത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങി കഴിയുമ്പോൾ അത് നമ്മളുടെ നേച്ചറായി, അല്ലെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് we have to keep doing this, the same thing what we are performing now, chanting Hare Krishna 16 rounds. സാധിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ, നമ്മളുടെ സെന്ററുകളിൽ നമ്മൾ ചെന്ന് സേവനം ചെയ്യുക. നമ്മൾ പല ആൾക്കാരുമുണ്ട്. ഐ നോ ദാറ്റ് ദർ ആർ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. പക്ഷെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും നമ്മൾ അൺലെസ് നമ്മൾ ഫിസിക്കലി പോയിട്ട്, നമ്മൾ ശരീരം കൊണ്ട് തന്നെ പോയി നമ്മൾ എന്തെങ്കിലും സേവനത്തിൽ നമ്മൾ ഏർപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പൂർണ്ണമായ ഒരു എന്തൂസിയാസം നമുക്ക് കിട്ടാൻ സാധിക്കത്തില്ല. നമുക്ക് പലരും ഉണ്ട് ഓൺലൈനിൽ മാത്രമേ ഇരുന്ന് ക്ലാസ് കേൾക്കത്തുള്ളൂ. ആക്ച്വലി പ്രാക്ടിക്കലി there will be something lacking there. എനിക്കറിയാം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അവർക്കുണ്ട്, അവരവരുടേതായ കാരണങ്ങളുണ്ട്. ഐ എം നോട്ട് ജസ്റ്റ് ബ്ലെയിമിങ് ദം. പക്ഷെ അതിനുള്ള പോരായ്മകളൂടെ നമ്മൾ മനസ്സിലാക്കും. ഫിസിക്കലി ചെന്ന് ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷനിൽ കൂടി നമ്മൾക്ക് കിട്ടുന്ന അതുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഭക്തന്മാരെ സേവിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. സോ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവേണ്ട കൂടെ ആവശ്യമുണ്ട്. അതല്ല തീർച്ചയായിട്ടും ഫിസിക്കലായിട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ദെൻ ഓൺലൈനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സർവീസുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ വോളണ്ടിയർലി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതെല്ലാം ഇറ്റ് കംസ് പാർട്ട് ഓഫ് ദ സാധന ഭക്തി. നമ്മുടെ പ്രാക്ടീസിങ് ഡിവോഷണൽ സർവീസ് ആയിട്ട് നമുക്കത് വരുന്നുണ്ടാവും. ഹരേ കൃഷ്ണ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ? അതർവൈസ് വി വിൽ ഗോ ടു ദ നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എനി പോയിന്റ് ടു ബി ഡിസ്കസ്ഡ്? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് വളരെ വ്യത്യാസമുണ്ട് പ്രഭു പറഞ്ഞ പോലെ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
പലപ്പോഴും ഓഫ്ലൈനിലും ഓൺലൈനിലാകുമ്പോൾ നമുക്ക് ആ വൈഷ്ണവ രീതികൾ, സദാചാരങ്ങൾ, എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതെല്ലാം നമുക്ക് നേരിട്ടുള്ള അസോസിയേഷനിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അതൊരിക്കലും ഓഫ്ലൈനിൽ കിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പ്രഭു പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. നമ്മൾ സെന്ററിൽ പോവാണ്ടിരിക്കുമ്പോഴും പോകുമ്പോഴും ഉള്ള വളരെ വ്യത്യാസങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. സോ എനിക്കറിയാം ചില ആൾക്കാർക്കുണ്ട് പ്രാക്ടിക്കലി ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഒരുപക്ഷെ ദൂരെ ആയിരിക്കാം, അതുപോലെ തന്നെ വീട്ടിൽ ഉള്ള ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ സാധിക്കുന്നവര് ആഴ്ചയിലൊരിക്കൽ പോകാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് സത്സംഗത്തിൽ വന്ന് പങ്കുചേരുന്ന ഒരു 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 നമുക്ക് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കത്തുള്ളൂ. ഹരേ കൃഷ്ണ. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ശ്ലോക. ശ്ലോകം നമ്പർ 15. വിദുര ഉവാച സഞ്ജിന്ന സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ മനോ മേ സംവ്രധാവതി. Vidura said, "O powerful sage, my lord, all my doubts about the Supreme Personality of Godhead and the living entities have now been removed by your convincing words. My mind is now perfectly entering into them." Okay, വായിച്ചാട്ടെ, ട്രാൻസ്ലേഷനും ഭാവാർത്ഥം വായിച്ചാട്ടെ ആരെങ്കിലും. പ്രഭു പ്രണാമം. വിദുരൻ പറഞ്ഞു, ഒരു ശക്തിമാനായ മുനി, എന്റെ പ്രഭു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചും ജീവസത്തകളെ കുറിച്ചും എനിക്കുണ്ടായിരുന്ന സർവ്വ സന്ദേഹങ്ങളും അങ്ങയുടെ ബോധ്യം വരുത്തുന്ന വാക്കുകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിപ്പോൾ പരിപൂർണമായി അവയിലേക്ക് പ്രവേശിക്കുന്നു. ഭാവാർത്ഥം: കൃഷ്ണശാസ്ത്രവും അഥവാ ദൈവത്തിന്റെ ശാസ്ത്രവും ജീവസത്തകളുടെ ശാസ്ത്രവും ഗ്രഹിക്കാനും കണ്ടുപിടിക്കാനും എളുപ്പമല്ലാത്ത വിധം അതിസൂക്ഷ്മങ്ങളാകയാൽ വിതുരനെ പോലൊരു വ്യക്തിത്വത്തിന് പോലും സംശയ നിവാരണത്തിന് മൈത്രേയ മുനിയെ പോലുള്ള വ്യക്തികളുടെ ഉപദേശം തേടേണ്ടി വരുന്നു. ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തെ പറ്റിയുള്ള സംശയങ്ങൾക്ക് മാനസിക അഭ്യൂഹക്കാർ വിവിധ തരത്തിലുള്ള അനുമാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള ബന്ധം അന്തിമാർത്ഥത്തിൽ നേതൃത്വം വഹിക്കുന്നവനും നേതൃത്വം ലഭ്യമായവയും എന്ന രീതിയിലുള്ളതാണ്. ഭഗവാൻ ശാശ്വതനായ നേതാവും ജീവസത്തകൾ ശാശ്വതമായി നേതാവിനെ ലഭിച്ചവരുമാകുന്നു. ഈ ബന്ധത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയ അവബോധത്തെ നവീകരിച്ച് ഈ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉതകും. അത്തരം നവീകരണത്തിനുള്ള പ്രക്രിയയും ഭഗവാനു വേണ്ടിയുള്ള ഭക്തിയുത സേവനം തന്നെ മൈത്രേയ മുനിയെ പോലെ ആധികാരികതയുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക വഴി ഒരുവന് യഥാർത്ഥ ജ്ഞാനത്തെ സ്ഥിതി ചെയ്യുവാനും കുഴപ്പം പിടിച്ച മനസ്സിനെ പുരോഗതിയുടെ പാതയിൽ ഉറപ്പിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാധവി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ കൂടി വിതുരര് പറയുകയാണ്, എൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. അതായത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വിതുരര് രണ്ടാമത് മൈത്രേയ മുനിയോട് ചോദിക്കുന്നത്. ഒന്ന് ജീവാത്മാവിനെ കുറിച്ചിട്ടും ഒന്ന് ഭഗവാനെ കുറിച്ചിട്ടുമുള്ള ചോദ്യങ്ങൾ. ഭഗവാന്റെ എന്താണ് പ്രവൃത്തികൾ, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വിതുരര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മൈത്രേയ മുനി നൽകിയ ആൻസർ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ ആണ്. അതായത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു എന്ന് വിതുരൻ ഇവിടെ കൺഫേം ചെയ്യുകയാണ്. പറയുന്നു, മൈ മൈൻഡ് ഈസ് നൗ പെർഫെക്റ്റ്ലി എൻറ്ററിങ് ഇൻ ടു ദം. എൻ്റെ മനസ്സ് അതിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അല്ലെങ്കിൽ ഇറങ്ങുകയാണ് എന്ന് വിതുരൻ ഇവിടെ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രഭുപാദ് ഇവിടെ പറയുന്നത്, നമുക്ക് ഇതേ തരത്തിലുള്ള പല സംശയങ്ങളും നമ്മുടെ ഉള്ളിലൊക്കെ തോന്നാം. അതായത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യം, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ട ഒരു ലൈൻ ഇതിനകത്തിലുണ്ട്. The Lord is the eternal predominator and the living entities are eternally predominated. Real knowledge of this relationship entails reviving the lost consciousness to this standard, and the process for such revival is devotional service to the Lord. അതായത് മലയാളത്തില് മതജി അയച്ചിട്ടുണ്ടല്ലോ ഞാനന്ന്.
ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശ്ലോക നമ്പർ 15. ഓക്കെ, സോ ഭഗവാൻ ശാശ്വതനായ നേതാവും ജീവസത്തകൾ ശാശ്വതമായി നേതാവിനെ ലഭിച്ചവരുമാകുന്നു. ഈ ബന്ധത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയ അവബോധത്തെ നവീകരിച്ച് ഈ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉതകും. അത്തരം നവീകരണത്തിനുള്ള പ്രക്രിയയും ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം തന്നെ. സോ യഥാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലോസ്റ്റ് കോൺഷ്യസ്നെസ്സിനെ റിവൈവ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഇവിടെ ചില പ്രഭുപാദ് പറഞ്ഞത്. എന്താണ് ആ റിലേഷൻഷിപ്പ്? നമ്മൾ അല്ലെങ്കിൽ മറന്നുപോയ കാര്യം എന്താണ്? ദ ലോർഡ് ഈസ് ദ എറ്റേണൽ പ്രിഡോമിനേറ്റർ ആൻഡ് ദ ലിവിങ് എൻറ്റിറ്റീസ് ആർ ദ എറ്റേണലി പ്രിഡോമിനേറ്റഡ് എന്ന തത്വം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്, ആർക്കൊക്കെ ഈശ്വരനാണ്, താൻ ഈശ്വരനാണ് എന്നൊരു ഭാവമുണ്ട് എന്ന് നമ്മൾ ചോദ്യം ചോദിച്ചു. അപ്പം പലരും പറഞ്ഞു ഇല്ല, അങ്ങനൊരു ഭാവമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എനിക്ക് എൻജോയ് ചെയ്യണം, ഇത് എൻ്റെതാണ്, ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന തോന്നലുകൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ദാറ്റ് ലോഡ് ഇറ്റ് ഓവർ മെന്റാലിറ്റി, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണം എന്ന മെന്റാലിറ്റി നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. ആ തോന്നൽ എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ, താൻ ഈശ്വരനാണ് അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യണം എന്ന തോന്നൽ തന്നെ ഉണ്ടാകുന്നത് ഐ ആം ദ ലോഡ് എന്നൊരു അർത്ഥം ഉണ്ടാകുമ്പോഴാണ്. സോ അതുകൊണ്ട് ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ മാറ്റേണ്ടത്. ദ ലോഡ് ഈസ് ദ ഓൺലി എൻജോയർ എന്ന തത്വത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ദെൻ വി ആർ ഇൻ ദ റിയൽ കോൺഷ്യസ്നെസ് എന്ന് മനസ്സിലാക്കും. സോ ആ യഥാർത്ഥമായ തത്വത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സാണ് ഡിവോഷണൽ സർവീസ് എന്ന് നമുക്കിവിടെ ചില പ്രഭുപാദ് ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിലൂടെ പറയുന്നു. ബൈ clearly understanding from the authorities like sage Maitreya, one can become situated in a real knowledge, and the disturbed mind can thus be fixed on the progressive path. ഇപ്പോൾ നമ്മുടെ ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. ആ ഡിസ്റ്റർബ്ഡ് മൈൻഡിനെ ഒരു പ്രോഗ്രസീവ് പാത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് മൈത്രേയ മുനിയെ പോലെയുള്ള മഹത്തായ വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മൾ സംസർഗിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് നമുക്കത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വളരെ മനോഹരമായ ഒരു ശ്ലോകമായിരുന്നു അത്. വൈദ്യര് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അടുത്ത ശ്ലോകത്തേക്ക് നമ്മൾ കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ ഇതുമായിട്ട് സംബന്ധിച്ച്? ഓക്കെ, ആർക്കും വേറെ ഒന്നുമില്ലെങ്കിൽ സാത്വേതയത് വ്യാഹൃതം വിദ്വാൻ മായായനം ഹരേ ആഭത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയത് ബഹി. ട്രാൻസ്ലേഷൻ: ഓ ജ്ഞാനിയായ ഋഷി, അങ്ങയുടെ വിശദീകരണങ്ങൾ അവ ആയിരിക്കേണ്ട വിധം നല്ല ആയിരുന്നു. ഓക്കെ, ട്രാൻസ്ലേഷൻ ചെയ്യാണ്. ഓ ലേണഡ് സേജ്, യുവർ എക്സ്പ്ലനേഷൻസ് ആർ വെരി ഗുഡ് ആസ് ദേ ഷുഡ് ബി. Disturbances to the conditioned soul have no other basis than the movement of the external energy of the Lord. അതിന്റെ ട്രാൻസ്ലേഷനും ഭാവാർത്ഥം വായിച്ചാട്ട് ആരാണ് വായിക്കേണ്ടത്? ഇല്ല. ഹരേ കൃഷ്ണ. വിവർത്തനം. ഓ ജ്ഞാനിയായ ഋഷി, അങ്ങയുടെ വിശദീകരണങ്ങൾ അവ ആയിരിക്കേണ്ട വിധം നല്ലവ ആയിരുന്നു. ബദ്ധാത്മാവിന്റെ കുഴപ്പങ്ങൾക്ക് ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ചലനങ്ങളല്ലാതെ മറ്റൊരടിസ്ഥാനവുമില്ല. ഭാവാർത്ഥം. ശിലപ്രഭാതിക്ക് എല്ലാ തലത്തിലും ഭഗവാനോട് ലയിക്കണമെന്ന ജീവസത്തയുടെ നിയമവിരുദ്ധമായ ആഗ്രഹമാണ് മുഴുവൻ ഭൗതിക ആവിഷ്കാരത്തിന്റെയും മൂലകാരണം. അല്ലാത്ത പക്ഷം ഭഗവാന് തന്റെ ലീലകൾക്ക് വേണ്ടിപ്പോലും ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഭഗവാന്റെ ഭൗതിക ശക്തിക്കു കീഴിൽ ബദ്ധാത്മാവിന് ഭൗതിക ജീവിതത്തിൽ തെറ്റായ പല ദൗർഭാഗ്യ സംഭവങ്ങളുടെയും ഫലം സഹിക്കേണ്ടി വരുന്നു.
ഭഗവാൻ ഭൗതിക ശക്തിയായ മായയുടെ നേതൃവാഹകനാണെങ്കിൽ അതേ മായാശക്തിയാൽ ഭരിക്കപ്പെടുന്നവനാണ് ജീവസത്ത. ഭഗവാന്റെ നേതൃസ്ഥാനം കരസ്ഥമാക്കാനുള്ള ജീവസത്തയുടെ തെറ്റായ ശ്രമമാണ് ഭഗവാന്റെ ഭൗതിക ബന്ധനത്തിന് നിദാനം. ഭഗവാന്റെ ലയിക്കാനുള്ള അവന്റെ ഈ ശ്രമമാണ് അവന്റെ മേൽ മായാശക്തി കൊളുത്തുന്ന അവസാന കുരുക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറയുകയുണ്ടായി. സെയിം പോയിന്റിനാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ആ സ്ഥാനം അല്ലെങ്കിൽ ഭഗവാന്റെ കൺട്രോളർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് നമുക്കുണ്ടാവുന്ന പ്രോബ്ലം. അത് നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യണം എന്ന് നമുക്ക് ദ ഫോൾസ് അറ്റംപ്റ്റ് ഓഫ് ലിവിംഗ് എൻറ്റിറ്റി ടു ഓക്യുപ്പൈ ദ പ്രിഡോമിനേറ്റിംഗ് പോസ്റ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ കോസ് ഓഫ് ഹിസ് മെറ്റീരിയൽ ബോണ്ടേജ് ആൻഡ് ദ കണ്ടീഷൻ ദ സോൾസ് അറ്റംപ്റ്റ് to become one with the Lord is the last snare of Maya. മായ ഭഗവാനിൽ ചെന്ന് ലയിച്ചു ചേരുന്ന ബ്രഹ്മജ്യോതിയിൽ ചെന്ന് ലയിച്ചു ചേരുന്ന അല്ലെങ്കിൽ സായുജ്യ മുക്തി എന്ന് പറയുന്ന അതാണ് മായയുടെ അവസാനത്തെ കുരുക്കെന്നാണ് പറയുന്നത്. അപ്പോ മായ പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അഥവാ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ആധ്യാത്മികതയിൽ വന്ന് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മളെ വിടില്ല, നമ്മളെ അവിടെയും കുരുക്കും. എങ്ങനെ കുരുക്കും? ഭഗവാനിൽ ചെന്ന് ലയിച്ചു ചേർന്നാൽ മതി, ബ്രഹ്മജ്യോതിയാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ് ആ ബ്രഹ്മജ്യോതിയിൽ ചെന്ന് ലയിച്ചു ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ കൊണ്ട് നമ്മളെ ഉടക്കി നിർത്തും. സോ അത് ലാസ്റ്റ് കുരുക്കാണ്. അതിൽ നിന്നും നമ്മൾ മറികടക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മറികടക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭക്തിയുത സേവനമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിലൂടെ അതാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ കൂടെ പറയുന്നത് എന്താണ്? ഡിസ്റ്റർബൻസ് ടു ദ conditioned soul have no other basis than the movement of the external energy of the Lord. ഇതിലൂടെ മനോഹരമായ ഒരു കാര്യം ശ്രീല പ്രഭുപാദ് പറയുന്നത് വളരെ രസകരമായിട്ട് തോന്നി. The Lord is the predominator of the external energy, Maya, whereas the living entity is the predominated by the same Maya under the material conditions. ഇത് മായ എന്ന് പറയുന്നതിനെ ഭഗവാൻ കൺട്രോൾ ചെയ്യുന്നതാണ് മായ. അല്ലെങ്കിൽ മായയെ ഭഗവാൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് മായയാൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ മായയുടെ അധീനതയിൽ വരുന്നു. ഭഗവാന്റെ അധീനതയിലാണ് മായ എങ്കിൽ മായയുടെ അധീനതയിലാണ് നമ്മൾ. ആ മായയുടെ അധീനതയിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാനുള്ള ശ്രമം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറുന്നു. ഇവൻ അവസാനത്തെ കുരുക്കായ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന തലത്തിൽ നിന്ന് പോലും നമ്മൾ മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ സാധിക്കത്തുള്ളൂ എന്ന തത്വത്തെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ ശ്രീ പ്രഭുപാദ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. സോ ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ മായയിൽ വന്ന് മായയുടെ അധീനത്തിലാവുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുകയല്ലേ ചെയ്യുന്നത് പ്രഭുജി? തീർച്ചയായിട്ടും മായയുടെ അധീനതയിൽ വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ മറക്കുന്നത്. പക്ഷെ നമ്മൾ ഭഗവാനെ ഒറിജിനലി മറന്നത് കൊണ്ടാണ് നമ്മൾ മായയുടെ അധീനതയിൽ വന്നതും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഈശ്വരനാണ് അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യണം എന്ന തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ട് വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ മായയുടെ പിടിയിലായി കംപ്ലീറ്റ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വേറെ പ്രഭു. ആർക്കും? ഇതിലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൗതികാവിഷ്കാരത്തിന്റെ മൂല കാരണം. അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ പ്രഭു? ഈ ശ്ലോകത്തിലാണോ മതി അതോ? ഇതില് ഭാവാർത്ഥം ഫസ്റ്റ് ലൈനിൽ വരുന്നത്. Okay. The living entity's unlawful desire to become one with the Lord is in every respect is the root cause of the entire material manifestation. For otherwise the Lord has no need to create such a manifestation even for his pastimes. അതായത് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചതിന്റെ തന്നെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. The unlawful desire to become one with the Lord. ഭഗവാനുമായിട്ട് ഒന്നാകാൻ അല്ലെങ്കിൽ ഭഗവാനെ പോലെ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളുടെ അൺലോഫുൾ ഡിസയർ എന്നാണ് പറയുന്നത്. അത് നിയമാനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മളുടെ യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ദാസൻ എന്നുള്ള തത്വമാണ്. അപ്പൊ അത് മറന്നിട്ട് അതിനെതിരായിട്ട് നമ്മൾ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്
വിപരീതമായിട്ട് നമ്മൾ ഭഗവാനായി മാറാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ശ്രമം. അത് മറ്റൊന്നുമല്ല, നമ്മൾ എൻജോയ് ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ. അത് തന്നെ, ദാറ്റ് ഈസ് ദ കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ്. അതാണ് ഇവിടെ പറയുന്നത്, ദ ലിവിങ് എൻറ്റിറ്റീസ് അൺലോഫുൾ ഡിസയർ ടു ബിക്കം വൺ വിത്ത് ദ ലോർഡ്. നമ്മളുടെ മലയാളത്തിൽ നിന്ന് വായിച്ചിട്ട് മതി അത്. ഹരേ കൃഷ്ണ. എല്ലാ തലത്തിലും ഭഗവാനോട് ലയിക്കണമെന്ന ജീവസത്തയുടെ നിയമവിരുദ്ധമായ ആഗ്രഹമാണ് മുഴുവൻ ഭൗതിക ആവിഷ്കാരത്തിന്റെയും മൂലകാരണം. അല്ലാത്ത പക്ഷം ഭഗവാന് തന്റെ ലീലകൾക്ക് വേണ്ടി പോലും ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോ ഭഗവാൻ കറക്റ്റ്, അത് തന്നെ. അപ്പൊ ഇത് ഭഗവാനുമായി ഒന്നായി ചേരാനുള്ള നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള നമ്മളുടെ ആഗ്രഹമാണ് ഇതിനെല്ലാം കാരണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ എറ്റേണൽ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസൻ എന്ന തത്വത്തെ മറന്നുകൊണ്ട് നമ്മൾ ഭഗവാനായി മാറാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്, കാരണം അത് നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ നമുക്കത് സാധ്യമല്ല. ആധ്യാത്മിക ലോകത്തിൽ തീർച്ചയായിട്ടും ഭഗവാന് മാത്രമേ എൻജോയ് ചെയ്യാനുള്ള അവസരമുള്ളൂ, അതിനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഭൗതിക പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്ക് നിനക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ യു ഗോ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്, മെറ്റീരിയൽ ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ പോയിട്ട് അവിടെ നീ എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് അവിടെ ഭഗവാൻ അതിനുവേണ്ടി നമുക്ക് ഇത് സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് പോലും നടക്കണമെങ്കിൽ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ ലീലകൾ നടക്കുന്നുണ്ട്. ഭഗവാൻ ഇവിടെ നിന്ന് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട അതിന് ആവശ്യമില്ല. അപ്പൊ അതാണ് ഭഗവാൻ അവിടെ അവിടെ ഭാവാർത്ഥത്തിൽ ഇത് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ മാതാജി? രേഷ പ്രഭു, എനിക്കത് ഒരു ചെറിയ സംശയമുണ്ട്. അതായത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോഴല്ലേ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളും ഇതിനെ അടക്കി ഭരിക്കണം എന്നുള്ള മോഹം ഉണ്ടായത്. ഭൗതിക ലോകത്തിൽ വന്നില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് തന്നെ ആകുമ്പോ അങ്ങനെ ഉണ്ടാവുമോ? ഭൗതിക ലോകത്തിൽ വരാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള്. സിമ്പിൾ. അത് ഭഗവാന്റെ അടുത്ത് ഇരിക്കുമ്പോഴും ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നത് തന്നെയാണോ? അതോ നമ്മുടെ പഴയ പ്രവർത്തനങ്ങൾ കൊണ്ട്, മുജ്ജന്മ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചുപോയി വീണ്ടും വരുന്നത് തന്നെയാണോ? നമ്മള് എറ്റേണലി ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഭഗവാനിൽ നിന്ന് നമ്മൾ വേറിട്ട് വന്ന ജീവാത്മാവ് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ഇസ്കോണിൽ അകത്തിൽ പോലും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നു. നമുക്ക് പല ആചാര്യന്മാർ, നമ്മുടെ ഇപ്പോഴത്തെ മഹാന്മാരായ വ്യക്തിത്വങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രോപ്പർ റീസൺ സോ ആ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനുള്ള റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കഷൻ അല്ല, റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രോപ്പർ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. കാരണം ആ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ ആധ്യാത്മിക ലോകത്തില് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. കാരണം ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണമില്ല. അവിടെ നമുക്ക് ഭഗവാനെ സേവിക്കുക എന്നുള്ള എറ്റേണൽ പൊസിഷൻ മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങളാണല്ലോ ആധ്യാത്മിക ലോകത്തിലുള്ളത്. പക്ഷെ അവിടെ വെച്ച് നമുക്ക് എങ്ങനെ ഈ തോന്നൽ ഉണ്ടായി? പക്ഷെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവന് ഈ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ പോലും ചില പ്രഭുപാദ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭഗവാനാകാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഭൗതിക സൃഷ്ടി തന്നെ രചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ. അപ്പൊ ആ ആഗ്രഹം നമുക്ക് എങ്ങനെ ആധ്യാത്മിക ലോകത്തിൽ വെച്ച് ഉണ്ടായി എന്നുള്ളതിന് ഇതുവരെ ആൻസർ കണ്ടുപിടിച്ചിട്ടില്ല. ദർസ് നോ ആൻസർ. പക്ഷെ നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റി നമ്മളെ ഈ പ്രപഞ്ചത്തിലിട്ടതും അതിനുശേഷം ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് ഉതകുന്നതായ ഇന്ദ്രിയങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, ആ രീതിയിലെല്ലാം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുവേണ്ട ആവശ്യത്തിനുള്ള ഇന്ദ്രിയങ്ങളും സിറ്റുവേഷനും സർക്കംസ്റ്റാൻസും എല്ലാം ഭഗവാൻ നമുക്ക് നൽകി. ഒക്കെ നീ പോയി എൻജോയ് ചെയ്തോളൂ. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നീ എന്നിൽ നിന്ന് ദൂരെ പോകും. അതുകൊണ്ട് അവിടെ പോയി എൻജോയ് ചെയ്തോളാൻ. അതാണ് അപ്പൊ ഈ സൃഷ്ടിക്ക് ഇവിടെ ഇപ്പൊ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ തന്നെ റീസൺ അതാണെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണജി. നാരദ മഹർഷി ദക്ഷപുത്രന്മാരോട് ചോദിക്കുന്നില്ലേ, തിരിച്ചു വരാത്ത ഒരു ഗുഹയുണ്ട്, ആ ഗുഹയെ പറ്റി നിങ്ങൾ അറിയുമെന്ന്. അപ്പൊ ആ തിരിച്ചു വരാത്ത ഗുഹയാണല്ലോ ഈ ആധ്യാത്മിക ലോകം. അപ്പൊ പിന്നെ
അവിടെ എത്തിയ കൂട്ടർക്ക് പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ എന്താ കാരണം അത്? അത് കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ റിസർച്ച് ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആചാര്യന്മാരൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ യഥാർത്ഥ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞ ഇൻസെപ്ഷൻ സമയത്ത് ഫസ്റ്റ് ഒരു പ്രാവശ്യം എന്താ പറയാ, ഏതൊരു പോലീസുകാരനും ഒരു തെറ്റ് പറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരു പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് ചെയ്തു. സോ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ മറവി ഉള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ ജീവാത്മാവാണ്, നമ്മൾ ഭഗവാന്റെ അംശമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് മറവി സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു അവിടെ, അതായത് ആധ്യാത്മിക ലോകത്തിൽ ഒറിജിനലി ആദ്യം നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇനി തിരിച്ച് നമ്മൾ പോകുമ്പോൾ വി ആർ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ്ഫുൾനെസ് നമുക്കുണ്ടാവില്ല. നമ്മൾ അതിനെ ക്ലിയർ ആയിട്ട് നമ്മൾ ഓർക്കും. അപ്പം ഓർക്കുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കുന്നത്? ഞാൻ അന്ന് ചെയ്ത തെറ്റുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ പോയി ഭഗവാനിൽ നിന്ന് അകന്ന് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഞാൻ ഭൗതിക പ്രപഞ്ചത്തിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചു. അത് നമ്മൾ ഓർക്കും. അങ്ങനെ ഓർത്ത ഒരാള് അവിടെ ചെന്നാൽ പിന്നെ തിരിച്ചു വരില്ല. കാരണം ഹി വിൽ നോട്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. അദ്ദേഹം ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല. പക്ഷെ ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം തുടക്കത്തില് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്തു. അവിടെ ചെന്ന് ഒരാൾക്ക് പിന്നെ അപ്പം ഇവിടെ വന്നിട്ട് തിരിച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ then we will not dare to do the same mistake. അതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആണോ സുലോചന മാതാജി? പ്രഭു ശരിയാണത്. നമ്മൾ ഓരോന്ന് അനുഭവിച്ചിട്ട് നമ്മൾ നല്ല ഇതിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ തെറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. കറക്റ്റ് അത് തന്നെ. അപ്പൊ നമുക്ക് ആ മറവി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മറന്നിരിക്കാനുള്ള കാരണം നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ഭഗവാനാകണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഭഗവാനുമായി ഒന്നായി ചേരണം എന്നുള്ള ആഗ്രഹം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ മറവി സംഭവിക്കുന്നത്. മറവി എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ മാത്രമുള്ളതാണ്. ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും. അയ്യോ, ഇനി നമ്മൾ ആ തെറ്റ് ചെയ്യത്തില്ല, എനിക്കിനി ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട എന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറയാറുള്ള മെഷീനറിയുടെയും നട്ടിന്റെയും എക്സാമ്പിൾ പോലെ തന്നെ. ഹരേ കൃഷ്ണ പ്രഭു. അത് നമ്മളെ ഭൗതികതയില് നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് തെറ്റ് ചെയ്ത് ഭൂമിയിലെ ഭൗതിക ലോകത്തേക്ക് വന്നു എന്ന് ബോധമുള്ളവർക്കല്ലോ അങ്ങനെ ഒരു ചിന്ത വരത്തുള്ളൂ പ്രഭു. അല്ലാത്തവര് മദ്യപിച്ചും മറ്റു രീതിയിലും വിഷമം മാറ്റുന്നു എന്നുള്ള രീതിയല്ലോ കാണിക്കത്തുള്ളൂ. പക്ഷെ ഭക്തിയിലേക്ക് വരുന്നവര് മാത്രമല്ലോ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അതല്ലേ വ്യത്യാസം. അതല്ലേ മനുഷ്യന്റെ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാനും അങ്ങനെ മദ്യത്തിനും മറ്റു പല കാര്യങ്ങൾക്കും അടിമകളായവരെ നമ്മൾ ഇതിലേക്ക് ആകർഷിച്ച് അവർക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ മാതാജി പറഞ്ഞ അതേ കാര്യം കൊണ്ടാണല്ലോ ഭഗവാൻ പറഞ്ഞത് സമഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. ആയിരങ്ങളിൽ ഒരുവൻ മാത്രമേ എന്നെ അറിയാൻ ശ്രമിക്കത്തുള്ളൂ. അതാണ് അതിന്റെ റെയർ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ആ വിരളമായ കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ചിന്തിച്ച് എല്ലാവരും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും സ്ഥലം ഉണ്ടാവില്ല ഒരു പക്ഷേ. ചുമ്മാ പറഞ്ഞാണ്, സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പോലും കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും പ്രഭു? അവരോട് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് നാമം ചെല്ലുന്നത് പോലും നമ്മളെ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ നമുക്കുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അത് പ്രശ്നം ഉണ്ടാക്കിക്കുന്നവരെ നമ്മൾ എങ്ങനെ പറഞ്ഞു തിരുത്തിക്കൊണ്ട് വരാൻ പറ്റും പ്രഭു? അങ്ങനെയുള്ളവരെ ശ്രമിക്കേണ്ടല്ലോ, നമ്മൾ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ 10 അപരാധങ്ങൾ പറയാറുണ്ട്. അതിനകത്തിൽ പറയുന്ന 9ാമത്തെ അപരാധമാണ് എന്താണ്? ഒരു വിശ്വാസമില്ലാത്തവരോട് ഭഗവത് നാമത്തിന്റെ മഹിമ പറയുന്നത് അപരാധമാണ്. സോ ഞാനത് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഒരു ഭക്തൻ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ എല്ലാ ഭക്തന്മാരും ആ അപരാധം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഭക്തൻ ആ അപരാധം ചെയ്തുകൊണ്ടാണ് ഇവൻ നമ്മൾ പോലും കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഒരാളോട് പറഞ്ഞു, 2 പ്രാവശ്യം നമ്മൾ ഒരാളോട് പറഞ്ഞു, 3 പ്രാവശ്യം നമ്മൾ ഒരാളോട് പറഞ്ഞു,
പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ഒഫൻസീവ് ആവുകയാണ്, അദ്ദേഹം വീണ്ടും വീണ്ടും അപരാധം കൂട്ടിക്കൂട്ടി വരികയാണ് എങ്കിൽ ലെറ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഹിം. നമ്മൾ അദ്ദേഹത്തിനോട് പിന്നീട് പറയാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്രയും ഭഗവാനോട് ദൂരെ പൊയ്ക്കോട്ടെ, ദൂരെ പൊയ്ക്കോട്ടെ, ദൂരെ പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ ആ ഒരു പശുവിന്റെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ കഥ നമ്മൾ പറയുമ്പോൾ പഠിക്കത്തില്ലേ? അപ്പം ആ ബ്രാഹ്മണന് ഉണ്ടായിരുന്ന ഏക ആശ്രയം ആ പശുവാണ്, അല്ലെങ്കിൽ ഏക ഭഗവാനിൽ നിന്ന് അതിനെ അകറ്റി, ആ ബ്രാഹ്മണനെ അകറ്റി നിർത്തുന്നതായ ഒരു പശു മാത്രമാണ്. അപ്പൊ പശുവിനെ പോലും ഭഗവാൻ കൊന്നിട്ട് തന്റെ സ്വന്തമാക്കണമെന്ന് ഭഗവാൻ ആ ബ്രാഹ്മണനുമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അതേ സമയത്ത് ആദ്യം വെള്ളം ചോദിച്ചു പോയ ആ പിശുക്കനായ വ്യക്തിയോട് വെള്ളം പോലും കൊടുക്കാൻ മടിച്ച അദ്ദേഹത്തിന് ധനവും സമ്പാദ്യങ്ങളും എല്ലാം 3 മടങ്ങ് ആകട്ടെ എന്ന് അദ്ദേഹം ആശീർവദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം ഭഗവാനിൽ നിന്ന് ദൂരെ 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 പോവുകയാണ് ചെയ്തത്. അപ്പോ ഇങ്ങനെ അപരാധങ്ങൾ ചെയ്യുന്നവര് ഭഗവാനിൽ നിന്ന് വീണ്ടും വീണ്ടും ദൂരെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അവര് ദൂരെ പോകാനാണ് അവരുടെ വിധിയെങ്കിൽ അവരങ്ങനെ ആവട്ടെ. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇന്ന് മാതാജി അല്ലെങ്കിൽ ഇപ്പൊ ആരെ ഉദ്ദേശിച്ചാണോ മാതാജി പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷെ ആരോടെങ്കിലും മാതാജി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാജിക്ക് വേണ്ടി അവരെന്തെങ്കിലും ഒരു സേവനം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മാതാജിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും അല്ലെങ്കിൽ മാതാജി മന്ത്രം ജപിക്കുന്ന ഒരു പ്രാവശ്യം അവർ കേൾക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഒരു ദിവസം അത് ഫ്രക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഫലം കണ്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അതുപോലെ മറ്റു പല ഒരു 2 തരത്തിലുള്ള ആൾക്കാർ, 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ചില ആൾക്കാര് കേട്ടുകൊണ്ട് മനസ്സിലാക്കും, ചില ആൾക്കാര് കണ്ടു മനസ്സിലാക്കും, ചില ആൾക്കാര് കൊണ്ടു മനസ്സിലാക്കും. അപ്പോ കേട്ട് മനസ്സിലാക്കാത്തവർക്ക് കണ്ടു മനസ്സിലാക്കാനുള്ള വിധി ഉണ്ടാവും. അപ്പൊ കണ്ടിട്ടും മനസ്സിലാക്കാത്തവർക്ക് കൊണ്ടിട്ട് മനസ്സിലാകും. അപ്പൊ അവരത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ, അതായത് നമുക്കറിയാവുന്ന എത്രയോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നിരീശ്വരവാദിയായ വ്യക്തി, നിരീശ്വരവാദിയായ വ്യക്തി അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ അവർ തീർച്ചയായും പൂർണ്ണ ഭക്തരായി മാറിയ കഥകളുണ്ട്. എത്രയോ വ്യക്തിത്വങ്ങൾ അതുപോലെ ഉണ്ട്. ഏറ്റവും വലിയൊരു നിരീശ്വരവാദി കേരളത്തിലുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പിന്നീട് ഭഗവത്ഗീത നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണമടയത്. അദ്ദേഹം ജീവിതത്തിൽ, അതായത് അദ്ദേഹത്തിന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, ശരീരം മുഴുവൻ തളർന്നു പോവുകയോ അങ്ങനെ എന്തോ സംഭവിച്ചു. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് ആരോ ഒരാൾ കൊണ്ടൊരു ഭഗവത്ഗീത കൊണ്ട് കൊടുത്തു. വായിക്കുന്ന ശീലമുള്ള ആളായിരുന്നു, ആ ഭഗവത്ഗീത വായിച്ചു. പിന്നീട് ആ ഭഗവത്ഗീത അദ്ദേഹം താഴെ വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്ക് അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പം അവരനുഭവിക്കട്ടെ. അതിൽ അവരുടെ കർമ്മത്തിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾക്കതിനുള്ള ശക്തിയില്ല, നമുക്കതിന് അധികാരവുമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒഫൻസീവ് ആക്കാൻ ശ്രമിക്കാതെ അവരുടെ വഴിക്ക് വിടുക. നമ്മളിനി അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞുകൊള്ളട്ടെ. അവരെത്രമാത്രം ഭക്തിയുത സേവനം ചെയ്യുന്നവരെ അപമാനിക്കുന്നു അല്ലെങ്കിൽ അതിനുമായിട്ട് കുറ്റം പറയുന്നുവോ അതിനുള്ള കാര്യങ്ങൾ അവരനുഭവിക്കണം. നമ്മൾ അനുഭവിക്കണമെന്നും പറയുന്നില്ല, അനുഭവിക്കേണ്ടെന്നും പറയുന്നില്ല. അത് ഭഗവാനും അവരും തമ്മിലുള്ള ബന്ധമാണ്, അവർ തമ്മിൽ തീരുമാനിച്ചോളാം. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും രാവിലെ ശ്രീമദ് ഭാഗവതം ക്ലാസ് വന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം കി ജയ്, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय, निताय गौर सिद्धार्थ प्रेमानंदे, हरि हरि बोल, हरे कृष्णा।